ഗൈസ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹെൽത്തിയും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് പുട്ട് തയ്യാറാക്കിയാലോ. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഓട്സ് ഉപയോഗിച്ചിട്ടുള്ള പല റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. ഓട്സ് ഉപ്പുമ, ഓട്സ് ചപ്പാത്തി, അതുപോലെ ഓട്സ് ദോശ. അപ്പോൾ കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഓട്സ് പുട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ ഓട്സ് എടുത്തിട്ടുണ്ട്. ഏത് ബ്രാൻഡ് ഓട്സ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ പല വെറൈറ്റി ഓട്സ് ഉണ്ടല്ലോ, ഇൻസ്റ്റൻറ്റ് ഓട്സ്, റോൾഡ് ഓട്സ്, അതുപോലെ സ്റ്റീൽ കട്ട് ഓട്സ്. ഞാനിവിടെ റോൾഡ് ഓട്സ് തന്നെ എടുത്തിരിക്കുന്നത്. ഈ ഒരു വെറൈറ്റി ഓട്സ് ആയിരിക്കും ഈ ഒരു റെസിപ്പിക്ക് നന്നായിട്ട് തന്നെ വരിക കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ വറുത്തെടുക്കുമ്പോഴായിരിക്കും കൂടുതൽ നന്നായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പുട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. ഒരുപാട് സമയം ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ക്രിസ്പി ആയിട്ട് വരണം. ഓട്സ് ഡ്രൈ റോസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ തന്നെ വരും. അപ്പോൾ ഓരോ വെറൈറ്റി ഓട്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓരോ ടൈപ്പ് റെസിപ്പിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ഓട്സ് ഒക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുക ഓവർനൈറ്റ് ഓട്സ് റെസിപ്പീസ്, അതായത് കുക്ക് ചെയ്യാത്ത റെസിപ്പീസ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ട്. ഇതുപോലെ റോൾഡ് ഓട്സ് ആകുമ്പോൾ ഇതിൽ ഫൈബർ കണ്ടന്റ് കൂടുതലായിരിക്കും, കൂടുതൽ നല്ലതാണ്. അതുപോലെ സ്റ്റീൽ കട്ട് ഓട്സ് എന്നൊക്കെ പറയുമ്പോൾ കഞ്ഞി പോലുള്ള റെസിപ്പികളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അത് കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കിച്ചൺ ടിപ്പ് എന്താണെന്ന് നോക്കിയാലോ. സാധാരണ ഓട്സ് പുട്ടൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഓട്സ് വറുത്തെടുത്തതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കുക. അതിനുശേഷം ഈ ഒരു പുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ നനച്ചെടുക്കുമ്പോഴായിരിക്കും അത് കറക്റ്റായിട്ട് തന്നെ വരിക. അതുപോലെ നല്ലൊരു ഫ്ലേവറും കിട്ടും. അല്ലെങ്കിൽ ഒക്കെ കൂടി കട്ടപിടിച്ച പോലെ ഇരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ കിച്ചൺ ടിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കണ്ടില്ല, ഇത് കറക്റ്റായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ട് പൊടിച്ച് നോക്കുന്ന സമയത്ത് ഒന്ന് പൊടിഞ്ഞ് വരണം. ഇത്ര തന്നെ മതി. പക്ഷേ ശ്രദ്ധിച്ച് തന്നെ റോസ്റ്റ് ചെയ്യട്ടെ, കരിഞ്ഞൊന്നും പോകരുത്. അപ്പോൾ ഫ്ലേവേഴ്സ് ഒക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്ത് വരട്ടെ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അടിഭാഗമൊക്കെ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്ത് വരുമ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ മാറ്റാട്ടോ. അപ്പോൾ ഓട്സ് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും. അതായത് വറുത്തെടുക്കാത്ത ഓട്സ് ആണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റില്ല. കണ്ടില്ല, ഈ ഒരു രീതിയിൽ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മതി. നിങ്ങൾക്ക് ഈ ഓട്സ് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഓട്സ് ചപ്പാത്തി, ഓട്സ് പുട്ടൊക്കെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഇത് നമുക്ക് സാധാരണ പുട്ടൊക്കെ നനച്ചെടുക്കുന്ന ഒരു രീതിയിൽ തന്നെ നനച്ചെടുക്കാം. പക്ഷേ അരി ഉപയോഗിച്ചിട്ട്, അതായത് അരിപ്പൊടി ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന പുട്ടൊക്കെ ആകുമ്പോൾ അത്യാവശ്യം വെള്ളം വേണം. പക്ഷേ ഓട്സ് പുട്ടാകുമ്പോൾ വളരെ കുറച്ച് അളവിൽ മാത്രം വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. പക്ഷേ ഇത്ര വേണ്ട കേട്ടോ, വളരെ കുറച്ച് അളവിൽ തന്നെ മതി. ഞാൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പറയാം എത്രയ്ക്ക് വെള്ളം ആവശ്യമായിട്ട് വന്നു എന്ന്. കുറേശ്ശെ വെള്ളം ഇതുപോലെ ഒന്ന് തെളിച്ച് കൊടുക്കുക, അതിന് ശേഷം നനച്ചെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പോലെ വരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ ഓട്സിൻ്റെ പൗഡറൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കേണ്ടി വരും കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നാളികേരം ചെരുക്കിയത് ചേർത്ത് കൊടുക്കണം. നാളികേരം ചെരുക്കിയതിന് അങ്ങനെ അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ പുട്ടാകുമ്പോൾ നാളികേരം കൂടി കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടെ തന്നെയല്ലേ ഉള്ളൂ. പിന്നെ നാളികേരം എന്നൊക്കെ പറയുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫാറ്റ് തന്നെയല്ലേ. അപ്പോൾ അതിനുശേഷം നമുക്കിതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു രീതിയിൽ. അതിനുശേഷം ബാക്കിയുള്ള വെള്ളം കൂടിയും ഇതുപോലെ ഒന്ന് തെളിച്ച് കൊടുക്കുക. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് 1 കപ്പ് ഓട്സ് എടുത്തിട്ട് പൊടിച്ചെടുക്കുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ വെള്ളം തന്നെ മതിയാവും. പിന്നെ നാളികേരത്തിലും അത്യാവശ്യം ഒരു വാട്ടർ കണ്ടന്റ് ഉണ്ടല്ലോ, അപ്പോൾ അത്രയും തന്നെ മതിയാവും കേട്ടോ. കൂടുതലായി കഴിഞ്ഞാൽ നന്നായിട്ട് വരില്ല, ആകെ കുഴഞ്ഞു വരും. അപ്പോൾ ഈ ഒരു പുട്ടിൽ നനവ് കറക്റ്റ് ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് ഇതുപോലെ ഉരുള പോലെ ആക്കിയെടുക്കുക. അതിനുശേഷം പൊടിച്ച് നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഉരുട്ടിയെടുക്കാനും പറ്റണം, നമുക്കത് പൊടിച്ചെടുക്കാനും പറ്റണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നനവ് കറക്റ്റ് ആണെന്നാണ് കേട്ടോ അർത്ഥം. ഇപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഞാനിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കണം. അപ്പോൾ ഇതിലുള്ള ഈ ചെറിയ കട്ടകളുണ്ടല്ലോ, അതൊക്കെ മാറിയിട്ട് നന്നായിട്ട് തന്നെ മാറും. അപ്പോൾ മിക്സിയുടെ പൾസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അതായത് ബാക്കിലോട്ടുള്ള ബട്ടൺ ട്ടാ. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അളവ്, അതായത് നനവ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര അടിച്ചെടുത്താലും ഇത് അതുപോലെ തന്നെ ഇരിക്കും, പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. പക്ഷേ നനവ് കറക്റ്റ് അല്ലെങ്കിൽ 1-2 പ്രാവശ്യം മാത്രം അടിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നനവ് എങ്ങാനും കറക്റ്റ് ആയിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓട്സ് പൗഡറും കൂടി ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ വരും. കണ്ടില്ല, ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇപ്പോൾ ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും കണ്ടില്ലേ, ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റണം, അതുപോലെ പൊടിച്ചെടുക്കാൻ പറ്റണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. അതിപ്പോൾ അരിപ്പുട്ട് ഏത് പുട്ടാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് നാളികേരം ചെരുകിയത് ഇട്ട് കൊടുക്കാം നമുക്ക്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ അരിപ്പൊടി ഉപയോഗിച്ചിട്ടും ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടും നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള പുട്ടുകളുടെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാം കേട്ടോ.
അപ്പോൾ കണ്ടില്ലേ പുട്ടുപൊടി അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പുട്ടുകുറ്റിയിൽ തയ്യാറാക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചിരട്ടപ്പുട്ടായിട്ടാണ് തയ്യാറാക്കുന്നത്, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് ഈ ചിരട്ടയിലേക്ക് കുറച്ച് നാളികേരം ചെറുകിയത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഒരു ഓട്സ് പുട്ടുപൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. ഒരിക്കലും പുട്ട് തയ്യാറാക്കുന്ന സമയത്ത് പ്രസ് ചെയ്ത് കൊടുക്കരുത്. അതിപ്പോൾ ഏത് ടൈപ്പ് പുട്ടിനാണെന്നുണ്ടെങ്കിലും പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഹാർഡായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് കൈവച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് മാത്രം കൊടുത്താൽ മതി. ഒരിക്കലും പ്രസ് ചെയ്ത് കൊടുക്കരുത്. കണ്ടില്ലേ, ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സാധാരണ പുട്ടൊക്കെ കുക്ക് ചെയ്തെടുക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ പ്രഷർ കുക്കറിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പുട്ടുകുറ്റിയിൽ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ചു വയ്ക്കുക. അതിനുശേഷം ഒരു 3-4 മിനിറ്റ് മതിയാവും. ഇത് കറക്റ്റായിട്ട് കുക്കായിട്ട് വരും. ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൽ നിന്ന് നന്നായിട്ട് സ്റ്റീം വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് സ്റ്റീം വന്നതിന് ശേഷം ഒരു 2 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ. നന്നായിട്ട് കുക്കായിട്ട് വരും പെട്ടെന്ന് തന്നെ. ഇനി നമുക്കിത് ഫ്ലെയിം കുറച്ച് വയ്ക്കുക. അതിനുശേഷം ഇതെടുക്കുക. അതിനുശേഷം അടുത്ത പുട്ടും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചെടുക്കുക, കൈയൊന്നും പൊള്ളാതെ തന്നെ എടുക്കുക കേട്ടോ. ഇപ്പോൾ അടുത്ത പുട്ടും ഞാനിതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഈ ഒരു രീതിയിൽ. അതിനുശേഷം ഇത് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നേരത്തെ എടുത്ത പുട്ട് നമുക്കൊന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് കോമ്പിനേഷൻസിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കാം. ഇപ്പോൾ കടലക്കറിയോ ചിക്കൻ കറിയോ അല്ലെങ്കിൽ പഴത്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഓട്സ് പുട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും ടേസ്റ്റിയും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പി തന്നെയാണ് ഇതെന്ന് പറയുന്നത്. കണ്ടില്ലേ, സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇത് ഇരിക്കുന്നത്. ഇത് ഇതുപോലെ ഇരുന്നാലും ഹാർഡായിട്ടൊന്നും വരില്ല. തണുത്ത് കഴിഞ്ഞാലും ഈ ഒരു സോഫ്റ്റ്നെസ് തന്നെ നിലനിൽക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓട്സ് പുട്ട് തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.